ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൈശാഖം 8 ഇന്ന്. ഇന്നലെ നമ്മൾ പൂതനാമോക്ഷമാണ് പറഞ്ഞത്. 8ാമത്തെ ദിവസം നമ്മൾ ശകടാസുര വധവും തൃണാവർത്ത വധവുമാണ് പറയുന്നത്. ഈ രണ്ട് കഥകളും വൈശാഖം 8 തീയതി കേട്ട് പ്രാർത്ഥിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. കാരണം ഭഗവാന്റെ ആദ്യകാല ലീലകളാണ് ഇതെല്ലാം. അങ്ങനെ ആ ലീലകൾ കേട്ട് ഭഗവാന്റെ ആ ലീലകൾ കണ്ട് മുമ്പോട്ട് പോകുന്ന ഏതൊരുവനും ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുൻജന്മ കർമ്മഫലം, നല്ല കർമ്മഫലം ഉള്ള ആളുകൾക്ക് മാത്രമേ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പോലും സാധിക്കുകയുള്ളൂ. കാരണം ഓരോ കഥകളും അത്രത്തോളം പുണ്യദായകങ്ങളാണ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. 10 ദിവസം വരെ പ്രായമുള്ള ശിശുക്കളെ വധിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരിൽ ഭീകരരൂപിണിയും അമിത ബലശാലിയുമായിരുന്നു പൂതന. ആ പൂതന എന്ന രാക്ഷസി അമ്പാടിയിലെ ഒരു കൊച്ചു പൈതലിൻ്റെ മുലകുടി മൂലം മരണമടഞ്ഞതായി കംസന് മനസ്സിലായി. ഒരു വേള ആ കുട്ടി തന്നെയായിരിക്കുമോ തൻ്റെ ഘാതകനായി ജനിച്ചിട്ടുള്ളവൻ എന്ന ഒരു സംശയം ആ സമയത്ത് കംസൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്തു. ഇനി പ്രായമൊന്നും നോക്കണ്ട, ഏതുവിധവും ആ ബാലനെ വധിച്ച് ആ ശല്യം അവസാനിപ്പിക്കണമെന്ന് കംസൻ തീരുമാനിക്കുകയും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റ് അസുരന്മാരോട് പറയുകയും ചെയ്തു. പരിശുദ്ധിയുടെ പ്രതീകമായ പശുക്കളെ പാലനം ചെയ്തു ജീവിക്കുന്ന ഗോപന്മാരെ കാരണമൊന്നും കൂടാതെ വധിക്കുന്നത് ബ്രഹ്മഹത്യാപാപത്തിന് തുല്യമാണ്. ആ ഒരു വിശ്വാസം ആ സമയത്ത് നാട്ടിലെല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഗോപാലബാലനെ മായാവികളെ കൊണ്ട് രഹസ്യമായി കൊല്ലിക്കണമെന്ന് കംസൻ തീരുമാനിച്ചത്. കാരണം നേരിട്ടൊരു യുദ്ധത്തിന് വന്നാൽ അത് കംസന് ദോഷമായി തീരും. ഇവിടെ അമ്പാടിയിൽ കണ്ണൻ്റെ 3ാമത്തെ മാസത്തെ പക്കപ്പിറന്നാൾ ദിവസം, ആ ദിവസം ഒരു വലിയ വിശേഷം നടക്കുകയാണ്. അതായത് ഉണ്ണി കമഴ്ന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ഗോപന്മാരുടെ ഇടയിൽ ഉണ്ണി കമഴ്ന്നു വീഴാൻ തുടങ്ങിയാൽ അക്കാര്യം എല്ലാവരെയും അറിയിക്കുകയും എല്ലാവരും കൂടി വന്ന് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. എല്ലാവർക്കും സദ്യയൊക്കെ കൊടുക്കുന്ന ഒരു പതിവ് അക്കാലത്ത് ഉണ്ടായിരുന്നു. ആ ചടങ്ങിന് വാതിൽ പുറപ്പാട് എന്നാണ് പറയുന്നത്. അങ്ങനെ തൻ്റെ ആരോമലുണ്ണിയും കമഴ്ന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് നന്ദഗോപര് ആ ചടങ്ങ് കുഞ്ഞിൻ്റെ 3ാമത്തെ മാസത്തെ പക്കപ്പിറന്നാൾ ദിവസമായ അന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അന്ന് ഈ ശകടൻ എന്ന അസുരൻ ആ ദിവസം അദൃശ്യനായി നന്ദഗോപൻ്റെ ഗൃഹത്തിലെത്തിച്ചേർന്നു. അന്നത്തെ ദിവസം ഒരു ഉത്സവം നടക്കുകയാണ് അവിടെ. അമ്പാടി മുഴുവൻ ഉത്സവത്തിലാണ്. ധാരാളം ആഘോഷങ്ങൾ നടക്കുന്നു, സദ്യയൊക്കെയുണ്ട്. ബാലപീഠ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തുടിപ്പാട്ടുകളും ഭദ്രകാളി സ്തുതിപ്പുകളും നടത്തിയിരുന്നു. അതുപോലെ തന്നെ കർമ്മികളായ ഉത്തമ ബ്രാഹ്മണന്മാർ അവിടെ വരികയും കുഞ്ഞിന് ബാധ ഉപദ്രവങ്ങളും ദോഷങ്ങളും അരിഷ്ടകളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഹോമങ്ങളും പൂജകളും നടത്തുന്നുമുണ്ടായിരുന്നു. അങ്ങനെ പല ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. ആ സമയമൊക്കെയും യശോദ കുഞ്ഞിനെയും മടിയിൽ കിടത്തിക്കൊണ്ട് പുറത്തു വന്ന് ഇരിക്കുകയാണ്. അന്നാണ് കുഞ്ഞിനെ ആദ്യമായി പുറത്തേക്ക് ഇറക്കുന്നത്. അതായത് 3ാമത്തെ മാസം. ആ ചടങ്ങിന് പറയുന്നത് എന്താണ്? വാതിൽ പുറപ്പാട് എന്നാണ് പറയുന്നത്. അന്ന് യശോദ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തു വന്നിരിക്കും. അങ്ങനെ കുറച്ചു നേരം കുഞ്ഞിനെയും കൊണ്ട് എല്ലാവരും കാണെ മാതാവ് പുറത്തു വന്ന് ഇരിക്കണമെന്നുള്ളതുകൊണ്ടാണ് ആ ചടങ്ങിന് വാതിൽ പുറപ്പാട് എന്നറിയപ്പെടുന്നത്. അത് വലിയ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അല്പം കഴിഞ്ഞപ്പോൾ അമ്മയുടെ മടിയിൽ കിടന്ന കുഞ്ഞ് ഉറങ്ങിപ്പോയി.
കർമ്മികൾക്ക് ദക്ഷിണയൊക്കെ കൊടുത്തതിനു ശേഷം യശോദ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ബഹളമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരികയാണ്. അവിടെ കൊണ്ടുവന്ന് കിടത്തി. 3-4 ഗോപബാലന്മാരെ കാവലിനും ഇരുത്തി. അതിനുശേഷം യശോദ അതിഥികൾക്ക് വേണ്ട സൽക്കാരങ്ങൾ നൽകുന്നതിനുള്ള പുറപ്പാടിലായി. അങ്ങനെ അമ്പാടിയിലെ സർവ്വ സ്ത്രീ പുരുഷന്മാരും അന്നവിടെ വന്നിട്ടുണ്ട്. തൻ്റെ ഓമൽ പൈതലിൻ്റെ വാതിൽ പുറപ്പാട് അടിയന്തര ആഘോഷങ്ങളിൽ അവർ പങ്കുകൊള്ളുമ്പോൾ അവരെ വേണ്ടവണ്ണം സൽക്കരിക്കേണ്ടത് മാതാവായ യശോദയുടെ കടമയാണല്ലോ. അങ്ങനെ യശോദ അവരെല്ലാം സൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മറഞ്ഞിരുന്ന ശകടാസുരൻ ഇതു തന്നെയാണ് തക്ക അവസരമെന്ന് മനസ്സിൽ കാണുകയും എല്ലാവരും സദ്യയിലും സൽക്കാരങ്ങളിലും ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് തൻ്റെ ഉദ്ദേശം നിർവഹിക്കേണ്ടത് എന്ന് അവൻ ആലോചിക്കുകയാണ്. കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു വലിയ ഭാരമേറിയ വണ്ടിച്ചക്രം ചാരി വെച്ചിരുന്നു. ആ കാലത്ത് അമ്പാടിയിലുള്ള എല്ലാ പ്രമാണികൾക്കും അങ്ങനെയുള്ള വണ്ടികൾ ഉണ്ടായിരുന്നു, ചാടുകൾ ഉണ്ടായിരുന്നു. അവിടെ ചാരി വെച്ചിരുന്നത് നന്ദഗോപൻ്റെ തന്നെ ഒരു വണ്ടിയുടെ ചക്രമായിരുന്നു. ആ അസുരൻ തൻ്റെ മായാശക്തിയാൽ ആ ശകടത്തിൽ പ്രവേശിക്കുകയും ശകടാസുരൻ എന്ന തൻ്റെ നാമം അന്വർത്ഥമാക്കുകയും ചെയ്തു. ആ ശകടം പെട്ടെന്ന് തന്നെ മേൽപോട്ട് ഉയരുന്നു. കാരണം ആ ശകടത്തിലേക്ക് ഈ അസുരൻ പ്രവേശിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ചക്രം മുകളിലേക്ക് ഉയരുകയും കണ്ണൻ കിടക്കുന്നതിൻ്റെ മുകളിലെത്തി വട്ടം കറങ്ങി കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് വീഴാൻ പോവുകയാണ്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ആ ചാട് വീഴുന്നതിനായി ശരീരത്തിൻ്റെ അടുക്കലേക്ക് എത്തുന്ന ആ സമയത്ത് കുഞ്ഞു പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. എന്നിട്ട് തൻ്റെ കൊച്ചു കാലുകൊണ്ട് ആ ചാട് തട്ടിത്തെറിപ്പിക്കുന്നു. അതോടുകൂടി ആ ചാട് തെറിച്ചു വീണ് ഛിന്ന ഭിന്നമായി തീരുകയും ചെയ്തു. ശകടം മറിഞ്ഞു വീണ ശബ്ദവും കുഞ്ഞിൻ്റെ കരച്ചിലും കേട്ട് പേടിച്ചുകൊണ്ട് സൽക്കാര സ്ഥലത്തു നിന്നും യശോദയും ഗോപസ്ത്രീകളും ഓടി വരികയാണ്. അവർ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് ഒന്നും അറിയാത്തവനെ പോലെ കിടന്നുറങ്ങുന്നു. അടുത്തു കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ ഒരു ചക്രം പെട്ടെന്ന് മേൽപോട്ടുയരുകയും കറങ്ങിക്കറങ്ങി ഉണ്ണിയുടെ ദേഹത്തേക്ക് വീഴാൻ ഭാവിച്ചപ്പോൾ ഉണ്ണി കാലു കുടഞ്ഞു കരയുകയും അങ്ങനെ ഉണ്ണിയുടെ കാലുകൊണ്ട് ആ ചക്രം തെറിച്ചു ദൂരത്തേക്ക് വീണ് പൊടിഞ്ഞു പോയി എന്ന് അവർ പറയുകയും ചെയ്തു. എല്ലാവരും ഭയന്നു. നോക്കിയപ്പോൾ ഒരു ചാട് അവിടെ പൊടിഞ്ഞു വീണ് കിടക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാല് കൊണ്ടപ്പോൾ എങ്ങനെയാണ് ഈ ചാട് ഇത്രയും പൊടിഞ്ഞത് എന്ന് എല്ലാവരും പരസ്പരം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം നന്ദഗോപരുടെ ഭൃത്യന്മാർ വരികയും തകർന്ന ചാടിൻ്റെ പൊടിക്കഷ്ണങ്ങളെല്ലാം അടിച്ചു കൂട്ടി വാരി പുറത്തു കൊണ്ടുപോയി തൊഴുത്തിനടുത്തുണ്ടായിരുന്ന അഗ്നികുണ്ഡത്തിലിട്ട് കത്തിച്ചു കളയുകയും ചെയ്തു. ഇത്രയും ഹോമങ്ങളും വഴിപാടുകളുമൊക്കെ നടത്തിയിട്ടും പിന്നെയും കുഞ്ഞിൻ്റെ മേൽ ഈ പ്രേതബാധ ഉപദ്രവം മാറിയിട്ടില്ലല്ലോ എന്നോർത്ത് യശോദ കരയുകയാണ്. ശുദ്ധാത്മാവായ നന്ദഗോപർക്കും അത് ശരിയാണ് എന്ന് തോന്നുകയും അതിന് പ്രതിവിധിയായി പിന്നീടും പല ഹോമങ്ങളും പൂജകളും നടത്തുകയും ചെയ്തു. അതിനുശേഷം സ്ഥലരക്ഷയ്ക്കുള്ള തകിടുകൾ എഴുതിച്ചിട്ട് ഗൃഹത്തിൻ്റെ 4 മൂലകളിലും സ്ഥാപിക്കുകയും ചെയ്തു. ചാട് തകർന്നതോടുകൂടി അതിൽ അന്തർഭവിച്ചിരുന്ന മായാവിയായ ആ അസുരനും തകർന്ന് പൊടി പോലെയായി പോവുകയും പിന്നീട് അവർ അത് നശിപ്പിച്ചതുകൊണ്ട് അഗ്നിക്ക് ഇരയാക്കിയതുകൊണ്ട് അവൻ്റെ ഭീമാകാരമായ ജഡം പോലും ആരും കാണുകയും ചെയ്തില്ല. ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ശകടാസുര വധം. ഇനി നമുക്ക് തൃണാവർത്തവധമാണ് നോക്കേണ്ടത്. ശകടാസുരൻ പോയിട്ട് അവനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇല്ലല്ലോ എന്ന് കംസൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് കംസൻ്റെ അടുത്തേക്ക് തൃണാവർത്തൻ എന്ന അസുരൻ വരികയും ഇനി അവനെക്കുറിച്ച് ആലോചിച്ച് അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ പോയി ആ കുഞ്ഞിനെ കൊന്നുകളയാമെന്ന് കംസനോട് പറയുകയും കംസൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് ഈ തൃണാവർത്തൻ അമ്പാടിയിലേക്ക്
പോവുകയും ചെയ്തു. അദൃശ്യനായിട്ടാണ് അവൻ നന്ദഗോപന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നത്. ആ സമയത്ത് യശോദ കുഞ്ഞിനെയും കയ്യിലെടുത്ത് മുലയും നൽകി വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെന്തോ ഭാരം വർദ്ധിച്ചു വരുന്നതായി യശോദയ്ക്ക് തോന്നുന്നു. വേഗം തന്നെ കുഞ്ഞിനെ യശോദ ഗൃഹത്തിൻ്റെ പുറകുഭാഗത്തുള്ള ആ തിണ്ണയിൽ കൊണ്ടുവന്ന് കിടത്തുകയും കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്ന് കരുതി കുഞ്ഞിനെ ആ തിണ്ണയിൽ കിടത്തിയിട്ട് കൈയും കാലും മുഖവും കഴുകാനായിട്ട് പോയി. തൃണാവർത്തൻ വന്നിട്ടുണ്ട്, തന്നെ താഴെ കിടത്തണം എന്ന് സർവേശ്വരൻ നിശ്ചയിച്ചതുകൊണ്ടാണ് ഭഗവാൻ അവിടെ തൻ്റെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിച്ചത് എന്ന് വേണം നമുക്കിവിടെ കരുതാനായിട്ട്. അങ്ങനെ യശോദ കൈയും കാലും മുഖവും കഴുകാനായി കിണറ്റിൻ്റെ കരയിലേക്ക് പോയ സമയത്ത് ഈ തൃണാവർത്തൻ എന്ന അസുരൻ ഒരു ഉഗ്രമായ ചുഴലിക്കാറ്റായി മാറുകയാണ്. എന്നിട്ട് 4 വശവും ചുറ്റി അടിച്ചിട്ട് ഭയങ്കരമായ ഒരു മുഴക്കത്തോടും ഇരപ്പോടും കൂടി താഴോട്ട് വന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അതിവേഗം മേൽപോട്ട് പോവുകയും ചെയ്തു. പെട്ടെന്ന് ഒരു ഇരുട്ടും കാറ്റുമൊക്കെ വന്നതുകൊണ്ട് യശോദ പേടിച്ച് കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന അടുത്തേക്ക് ഓടി വന്നപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞതാ മുകളിലേക്ക് ഉയർന്നുയർന്നു പോകുന്നു. അതോടുകൂടി യശോദയുടെ ബോധം പോയി എന്ന് വേണം പറയാൻ. കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് എല്ലാവരും മുകളിലേക്ക് നോക്കി നിന്ന് കരയുകയാണ്. എങ്ങും കുറ്റാക്കുറ്റിരുട്ട്, കുഞ്ഞിനെ കാണാത്ത ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടായത്. ആ സമയത്ത് അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിൽ ഭഗവാൻ പെട്ടെന്ന് തന്നെ തൻ്റെ ശരീരത്തിന് ഭാരം വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി. അതോടുകൂടി അത്രയും ഭാരമുള്ള ഉണ്ണിക്കണ്ണനെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പറക്കാൻ പറ്റാത്ത അവസ്ഥയായി തൃണാവർത്തന്. അതിനുശേഷം കുഞ്ഞെന്ത് ചെയ്തു? തൻ്റെ കൊച്ചു കൈകൾ കൊണ്ട് തൃണാവർത്തൻ്റെ കഴുത്തിലിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. ഭയങ്കര ഭാരം കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് ശ്വാസവും മുട്ടിക്കുന്നു. അതോടുകൂടി തൃണാവർത്തൻ മുകളിലേക്ക് പറക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. എങ്ങനെയും കുഞ്ഞിനെ തള്ളി മാറ്റണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നുമില്ല. മുറുക്ക പിടിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. അങ്ങനെ കഴുത്തു ഞെരിച്ചു കൊന്നു. ആകാശത്ത് വെച്ച്, അന്തരീക്ഷത്തിൽ വെച്ച് ആ കുഞ്ഞു കൃഷ്ണൻ തൃണാവർത്തൻ എന്ന അസുരനെ കഴുത്തു ഞെരിച്ചു കൊന്നു. എങ്ങും പൊടിപടലവും ഇരുട്ടുമായതുകൊണ്ട് മുകളിൽ നടന്ന കാഴ്ചകളൊന്നും താഴെയുള്ള ആളുകൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ തൃണാവർത്തൻ്റെ ശക്തി കുറയുകയും അവൻ മരണപ്പെടുകയും ചെയ്തു. അതോടുകൂടി അവൻ ചത്തുമലച്ച് താഴേക്ക് വീഴുകയാണ്. അവൻ താഴേക്ക് വീണപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ അവൻ്റെ ആ വലിയ ശരീരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് കൈയും കാലും ഇട്ട് ഇളക്കി കളിക്കുന്ന കണ്ണനെയാണ് അവർക്ക് കാണാനായിട്ട് സാധിച്ചത്. കൈവിട്ടുപോയ നിധി തിരിച്ചു കിട്ടിയതുപോലെയുള്ള സന്തോഷമായിരുന്നു പിന്നീട് അവിടെ നിന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. വൈകുണ്ഠനാഥൻ തന്നെയാണ് തൻ്റെ കുഞ്ഞിനെ തനിക്ക് തിരിച്ചു നൽകിയത് എന്ന് യശോദ വിശ്വസിച്ച് വീണ്ടും അവർ ഭഗവാനോട് നന്ദി പറഞ്ഞു. ആ സമയം നന്ദഗോപര് വസുദേവൻ തന്ന ചില താക്കീതുകൾ ഓർക്കുകയാണ്. ഇത്രയും വഴിപാടുകളും ഹോമങ്ങളും നടത്തിയിട്ടും തൻ്റെ കുഞ്ഞിനുമേൽ വന്നിരിക്കുന്ന ദോഷങ്ങൾ മാറുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും നന്ദഗോപര് ധാരാളം വഴിപാടുകളും ഹോമങ്ങളും നടത്തുകയാണ്. അതിനുശേഷം ആ ദുഷ്ടനായ അസുരൻ്റെ ശവശരീരം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഗോപന്മാർ ദൂരെ സ്ഥലത്തു കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് ഭാഗവതത്തിലെ തൃണാവർത്ത വധം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് തൃണാവർത്ത വധവും ശകടാസുര വധവുമാണ്. ഇന്നത്തെ ചോദ്യം: 3 മാസമായപ്പോൾ യശോദയും നന്ദഗോപരും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണനു വേണ്ടി നടത്തിയ ആ ചടങ്ങിൻ്റെ പേരെന്താണ്? 3-ാം മാസത്തിൽ നടത്തുന്ന ആ ചടങ്ങിൻ്റെ പേരെന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നാളത്തെ ദിവസം വലിയ പ്രത്യേകതയുള്ള ദിവസമാണ്. മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് നാളെ നമ്മുടെ ഉണ്ണിയുടെ പേരിടൽ ചടങ്ങിൽ പങ്കെടുക്കണം. എത്ര പേര് നാളത്തെ പേരിടൽ ചടങ്ങിൽ മാധവത്തിൻ്റെ കൂടെ പങ്കെടുക്കും? അക്കാര്യം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
നാളെ ഉണ്ണിയുടെ പേരിടലാണ്. എല്ലാവരും പങ്കെടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.